1991 വിഷു കാലം. ആ വിഷു കാലത്ത് സൂപ്പർ താരങ്ങൾ തമ്മിൽ മത്സരിച്ചു. അതിലാരൊക്കെ വിജയിച്ചു, ആരൊക്കെ പരാജയപ്പെട്ടു, അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വിഷുവിനോടനുബന്ധിച്ചിട്ട് ആദ്യമായിട്ട് തിയേറ്ററിലെത്തിയത് ആ മാർച്ച് മാസം അവസാനം എത്തിയ ഒരു സിനിമയായിരുന്നു ഭരതം. അപ്പോൾ നമ്മളിതിന് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ 1990 വിഷു സീസണെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ വിഷു സീസണിൽ ഇതേപോലെ ആദ്യമായിട്ട് എത്തിയത് മാർച്ച് മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ച എത്തിയ സിനിമ ഹിസൻ അബ്ദുള്ളയായിരുന്നു. അതായത് സിബി മലയിൽ, ലോഹിദാസ്, മോഹൻലാൽ കൂട്ടുകെട്ടില്. അപ്പൊ അന്ന് ആ ഒരു എപ്പിസോഡിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അത് കാണാത്തവർക്ക് ഞാൻ ഒന്നുകൂടി പറയും. അതായത് അന്ന് തിയേറ്ററുകാരെയൊക്കെ ആയിട്ടൊരു അഗ്രിമെന്റ് പോലെ ഉണ്ടായിരുന്നു അവരുടെ. അതായത് മാർച്ച് മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ഇവരുടെ ഒരു സിനിമ, അതായത് മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രണവം ആർട്സിന്റെ ഒരു സിനിമ, മോഹൻലാൽ നായകൻ, സിബി മലയിൽ, ലോഹിദാസ്, ഇവരുടെ ഒരു കൂട്ടുകെട്ടിലെ സിനിമ. അതുപോലെ 1990 ഹിസൻ അബ്ദുള്ളയായിരുന്നു. 1991 അത് ഭരതമായിരുന്നു. എനിക്കൊണ്ട് 92 ആയപ്പോൾ അത് കമലതളമായിരുന്നു. അങ്ങനെ ഒരു റെഗുലർലി സിനിമകൾ കൊടുത്തിരുന്നു. ഒരു 3 വർഷത്തോളം അവരങ്ങനെ റെഗുലർലി തിയേറ്ററുകാരായിട്ട് സംസാരിച്ചിട്ട് എനിക്കൊന്ന് 7 Arts ഒക്കെ ഇരുന്ന് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്തിരുന്നത്. എന്തായാലും അന്ന് തിയേറ്ററിലെത്തിയ ആദ്യത്തെ സിനിമ ഭാരതമായിരുന്നു. അപ്പോൾ ഭാരതത്തെക്കുറിച്ചുള്ള കഥയൊക്കെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. കാരണം ഇവർ ഈ ഒരു മാർച്ച് മാസം തിയേറ്ററിൽ സിനിമ എത്തണമെങ്കിൽ ഇവർക്ക് ഒരു ജനുവരി ആകുമ്പോഴേക്കും ഇവർക്ക് ഷൂട്ട് തുടങ്ങണം. അപ്പോൾ ജനുവരിയിലൊക്കെ ഷൂട്ട് തുടങ്ങി ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ ഷൂട്ട് എടുത്ത് പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണല്ലോ മാർച്ചിൽ എത്തുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു ഡിസംബർ ആകുമ്പോഴേക്കൊക്കെ ഇതിന്റെ പ്ലാനിങ് തുടങ്ങും. അപ്പൊ അന്നൊക്കെ ഇവരെല്ലാവരും ഇപ്പൊ ലോഹിദാസായാലും സിബി മലയിലൊക്കെ ഒരുപാട് സിനിമകൾ എപ്പോഴും പല സിനിമകൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇവര് ഏകദേശം ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴാണ് ഇവർ കഥാ ചർച്ചകളൊക്കെ ഇരിക്കുക. അന്ന് ഇവരിതുപോലെ തന്നെ കഥാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇരുന്നു. ഇവരൊരു സിനിമ പ്ലാൻ ചെയ്തു. ഇത് നെടുമുടി വേണു, മോഹൻലാൽ എല്ലാ കാസ്റ്റിനെയൊക്കെ വിളിച്ചു. കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ അതിൻ്റെ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അതിന്റെ ഒരു പ്ലാനിങ്ങിനൊക്കെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു തലേദിവസവും എന്തോ ആണ്. അതേപോലത്തെ ഒരു കഥ തൊട്ട് മുമ്പ് ഒരു സിനിമയിൽ വന്നു. അത് ബാലചന്ദ്ര മേനോന്റെ തന്നെ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കഥ എന്ന് പറഞ്ഞിട്ട് ഇവര് അവിടെ വെച്ച് കഥ ഡ്രോപ്പ് ചെയ്ത് അന്ന് തന്നെ മറ്റൊരു കഥ ഇവർ പുതിയത് ഉണ്ടാക്കുകയും അത് പിന്നീട് ഉടനെ തുടങ്ങുകയും ചെയ്തതാണ് ഭരതം എന്ന് പറഞ്ഞത്. നിങ്ങൾ പലർക്കും അറിയുന്ന ഒരു കഥയായിരിക്കും അത്. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർ ചെയ്ത ഒരു സിനിമയായിരുന്നു ഭരതം. അങ്ങനെ ആ ഭരതം എല്ലാ റിസ്കും എടുത്ത് വളരെ ടെൻഷനോടുകൂടി സിബി മലയിൽ, ലോഹിദാസ്, മോഹൻലാലൊക്കെ കൂടി തിയേറ്ററിലേക്ക് അവർ സിനിമ എത്തിച്ചു. അങ്ങനെ മാർച്ചിലെ മോഹൻലാലിന്റെ, അതായത് ആ വിഷു സീസണിൽ ആദ്യത്തെ സിനിമ മോഹൻലാലിന്റെ സിനിമ ഭരതം. മറ്റൊരു സിനിമ ഇത് കഴിഞ്ഞിട്ട് വന്നൊരു സിനിമ എന്ന് പറയുന്നത് വിഷുവിനോടനുബന്ധിച്ച് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് ഏപ്രിൽ 13, 14 സമയത്ത് ഇറങ്ങിയ സിനിമ വിഷ്ണു ലോകം എന്ന് പറയുന്ന സിനിമ. കമൽ സംവിധാനം ചെയ്ത സിനിമ. TRS ആയിരുന്നു അതിന്റെ എഴുത്ത്. അപ്പോൾ കമൽ എന്ന് പറയുന്ന ഒരു സംവിധായകൻ മോഹൻലാലായിട്ട് ഭയങ്കര ഒരു അവർ തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം കമലിന്റെ ആദ്യത്തെ സിനിമ മോഹൻലാലാണ് നായകനായത്. മോഹൻലാൽ നിർമ്മിച്ചിട്ടുണ്ട്. വീടുനീർപ്പൂക്കലും, ഉണ്ണികളെ ഒരു കഥ പറയാം, ഇതൊക്കെ എനിക്ക് മോഹൻലാലൊക്കെ തന്നെയായിരുന്നു ഇതിന്റെ കോ പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഓർക്കാപ്പുറത്ത് എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നു. ഇതൊക്കെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ മോഹൻലാൽ അഭിനയിക്കുന്നു. അങ്ങനെ കമലും മോഹൻലാലും തമ്മിൽ ചെയ്ത ഒരു സിനിമയായിരുന്നു വിഷ്ണു ലോകം. അപ്പോൾ ശരിക്കും ഈ വിഷ്ണു ലോകത്തിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. വിഷ്ണു ലോകം എന്ന് പറയുന്ന ഒരു സിനിമ ആദ്യം ശരിക്കും അത് ആ ഒരു സിനിമ അന്ന് കമൽ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയല്ലായിരുന്നു. കാരണം അന്ന് പ്രിയദർശൻ, സുരേഷ് കുമാർ ഇവരുടെ ഒരു കോമ്പിനേഷനിൽ ഒരു സിനിമ, അത് എനിക്കൊന്ന് TRS അന്ന് എഴുത്തുകാരനൊക്കെ ആയി വരുന്ന ഒരു സമയമാണ്. എഴുത്തുകാരനായിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്തായാലും അന്ന് പ്രിയദർശനും മോഹൻലാലൊക്കെ കൂടി ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു സുരേഷ് കുമാറിനെ വെച്ചിട്ട്. പക്ഷെ അന്ന് വിചാരിച്ച സമയത്ത് എന്തോ അത് ചെയ്യാൻ പറ്റിയിട്ട് പ്രിയദർശന്റെ തിരക്കുകളോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു സിനിമയുടെ തിരക്കിലുണ്ടായിരുന്ന കമലിനെ മോഹൻലാൽ തന്നെയാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞത് കമൽ ഒന്ന് പെട്ടെന്ന് വരണം, ഒരു സിനിമ നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ കമൽ ഏറ്റെടുത്ത ഒരു സിനിമയാണ്. കാരണം നമുക്ക് അന്നറിയാം, അന്നൊക്കെ ഇവരെല്ലാവരും തിയേറ്റേഴ്സൊക്കെ ബ്ലോക്കൊക്കെ ചെയ്തിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഡിസംബർ ആകുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ വിഷുവിന് കുറേ സിനിമകൾ അവർ ബ്ലോക്ക് ചെയ്ത് വെക്കും. ഇന്ന മോഹൻലാൽ സിനിമ അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമ എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് തിയേറ്റേഴ്സ് വെക്കും. അങ്ങനെ തിയേറ്റേഴ്സ് വെച്ചിട്ട് ഇവർ തിയേറ്റർ ചാർട്ട് ചെയ്ത് റിലീസ് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇവർ പ്രൊജക്ട് ഓണാക്കാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടായ ഒരു സിനിമയായിരുന്നു വിഷ്ണു ലോകം. അങ്ങനെ വിഷ്ണു ലോകം ഈ പറഞ്ഞ പോലെ ഏപ്രിൽ തന്നെ ഇവർക്ക് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റി. അങ്ങനെ ഈ പറഞ്ഞ പോലെ മോഹൻലാലിന്റെ 2 സിനിമകൾ അന്ന് തിയേറ്ററിൽ വന്നു. പിന്നെ ഒന്ന് മമ്മൂട്ടിയുടെ സിനിമകളാണ്. മമ്മൂട്ടിയുടെ 2 സിനിമകളാണ്. ഒന്ന് ഇൻസ്പെക്ടർ ബൽറാം. ഇൻസ്പെക്ടർ ബൽറാം വന്ന് 86 മമ്മൂട്ടിക്ക് വളരെ മോശം സമയമാണ് ശരിക്കും 86 എന്നുള്ളത്. ആ ഒരു 86 ഒരു ഓണം സീസണിൽ മമ്മൂട്ടിക്ക് 5 സിനിമകളിൽ ഇറങ്ങിയതിൽ 4 സിനിമ പരാജയപ്പെട്ടപ്പോൾ ഒരേ ഒരു സിനിമയായിരുന്നു ഒന്ന് വിജയിച്ചിരുന്നത്. ആ ഒരു സിനിമയായിരുന്നു ആവനാഴി. ആവനാഴി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിനിമയിൽ ദാമോദരൻ മാഷിന്റെ സ്ക്രിപ്റ്റിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടിയുടെ മികച്ച ഒരു 10 കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് നമ്മൾ ഓർക്കുന്ന കഥാപാത്രം ഒന്ന് ഇൻസ്പെക്ടർ ബൽറാമായിരിക്കും. ആ ഒരു കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തിന്റെ തുടർച്ചയായിരുന്നു ഇൻസ്പെക്ടർ ബൽറാം. അത് 91 ഈ പറയുന്ന വിഷു സീസണിൽ അന്ന് തിയേറ്ററിലെത്തി. എനിക്ക് തോന്നുന്നു ആവനാഴിയെക്കാട്ടും കൂടുതൽ ഭയങ്കര ബഡ്ജറ്റിൽ കുറച്ചുകൂടി ഭയങ്കര ക്യാൻവാസിലൊക്കെയാണ് ആ ഒരു സിനിമ ചെയ്തത്. മറ്റൊരു സിനിമ തിയേറ്ററിൽ ഉണ്ടായിരുന്നത് മമ്മൂട്ടി ബാലചന്ദ്ര മേനോൻ കൂട്ടുകെട്ട്. ബാലചന്ദ്ര മേനോന്റെ
80s ബാലചന്ദ്രൻ മേനോൻ ഒരു വർഷം 2-3 സിനിമകളൊക്കെ ചെയ്തിരുന്നതാണ്. അത് 90 അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഒരു എണ്ണമൊക്കെ കുറഞ്ഞിരുന്നു. അദ്ദേഹം മമ്മൂട്ടി വെച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷം ചെയ്തൊരു സിനിമ നയം വ്യക്തമാക്കുന്നു. ശാന്തി കൃഷ്ണ എന്ന് പറയുന്ന നടി അവര് 84 കല്യാണമൊക്കെ കഴിഞ്ഞ് നടൻ ശ്രീനാഥിനെ, അന്ന് ശ്രീനാഥായിരുന്നു അവരുടെ ആദ്യത്തെ ഭർത്താവ്, ശ്രീനാഥിനെ കല്യാണം കഴിച്ച് അഭിനയത്തിൽ നിന്ന് മാറി അവർ തിരിച്ചു വന്ന ഒരു സിനിമയായിരുന്നു. ആ ഒരു സിനിമയുടെ പിന്നിലും ഒരു കഥയുണ്ട്. കാരണം ബാലചന്ദ്ര മേനോൻ ഒരുപാട് സൂപ്പർ സ്റ്റാർസിനെയൊക്കെ ചെയ്യും. മമ്മൂട്ടി മോഹൻലാലിന്റെ ഒക്കെ തുടക്കകാലത്ത് അവരുടെയൊക്കെ കേൾക്കാത്ത ശബ്ദം എന്ന് പറയുന്ന സിനിമ മോഹൻലാലിനെ വെച്ചും ബാലചന്ദ്രൻ മമ്മൂട്ടീനെ വെച്ചിട്ടൊക്കെ കുറച്ച് സിനിമകളൊക്കെ അന്ന് തുടക്കകാലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവർ രണ്ടൊരു സൂപ്പർ താരങ്ങളെ, അപ്പോൾ ബാലചന്ദ്രൻ ഒരിക്കലും അവരുടെ സൂപ്പർ താരങ്ങളുടെ പുറകെ പോയിട്ടില്ല. അദ്ദേഹത്തിന് മിക്ക സിനിമകൾ അദ്ദേഹം അഭിനയിക്കും, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന് അന്ന് ഒരു 80s അവസാനമൊക്കെ ആയപ്പോൾ സമയത്തൊക്കെ കുറച്ച് സിനിമകൾ അദ്ദേഹത്തിന്റെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു 3-4 സിനിമകൾ വിചാരിച്ച പോലെ ഏറ്റില്ല. അപ്പോൾ കുറെ ബാധ്യതകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ബാധ്യതകൾ തീർക്കണമെങ്കിൽ ഒരു സൂപ്രധാര സിനിമ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ആ സിനിമ തുടങ്ങിയില്ലെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നൊരു അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കടക്കാരെയോ അല്ലെങ്കിൽ തിയേറ്ററുകാരെയൊക്കെ പിടിച്ചൊക്കെ നിർത്താം. അങ്ങനെ അദ്ദേഹം മോഹൻലാലിന്റെ അടുത്ത് പോയി. പക്ഷെ മോഹൻലാൽ അന്ന് ഒരുപാട് സിനിമകൾ തിരക്കിലാണ്. എങ്കിൽ പോലും മറ്റൊരു സംവിധായകന്റെ ഡേറ്റ് മാറ്റിയിട്ട്, ആ സംവിധായകന് കൊടുത്ത ഡേറ്റ് മാറ്റിയിട്ട് ബാലചന്ദ്ര മേനോന് കൊടുക്കാം, കേൾക്കാത്ത ശബ്ദം എനിക്ക് തന്ന സംവിധായകനല്ലേ മേനോൻ സാറ് എന്ന് പറഞ്ഞ് മോഹൻലാൽ കൊടുക്കാമെന്ന് കൊടുക്കാമെന്ന് ഏറ്റു. പക്ഷെ ബാലചന്ദ്രന് മറ്റൊരാളുടെ ഒരു കഞ്ഞിയിൽ പാറ്റിട്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അത് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നു. പിന്നെ മമ്മൂട്ടി പോയി കണ്ടപ്പോഴും മമ്മൂട്ടി പറഞ്ഞു, എനിക്ക് ഉടനെ ഡേറ്റ് അറിയില്ല, പക്ഷെ നിങ്ങളൊരു കഥ റെഡിയാക്കി വെച്ചാൽ ഉടനെ നമുക്കൊരു സിനിമ ചെയ്യാം. എൻ്റെ ഒരു ഡേറ്റ് ഓക്കെ ആയാൽ ഏതെങ്കിലും സിനിമ മാറിപ്പോവും, അപ്പൊ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ബാലചന്ദ്ര മേനോൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരായ ഒരുപാട് A.K. ശശീന്ദ്രനും അതുപോലെ തന്നെ G. കാർത്തികേയൻ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ആ ഒരു സുഹൃത്തുക്കളുടെയൊക്കെ സദസ്സിൽ അദ്ദേഹം ചെറിയ കുറെ ഇൻഷുറൻസ് ഒക്കെ വെച്ചു ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു കുടുംബ ജീവിതവും ഒരു പേരുമിട്ടു നയം വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്ത് മമ്മൂട്ടി അമരം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടായിട്ട് ആലപ്പുഴയിലുള്ളപ്പം ബാലചന്ദ്ര മേനോനെ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച അടുത്തൊരു തുടങ്ങാൻ പോയി പറഞ്ഞത് മാറിപ്പോയി, അപ്പോൾ 3 ആഴ്ചയിനുള്ളിൽ നമ്മുടെ സിനിമ തുടങ്ങണം, കഥയായെന്ന് വെച്ചപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു കഥയില്ല, ഇങ്ങനെ കുറച്ച് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞ ഇൻഷുറൻസ് മമ്മൂട്ടി പറയും ഇത് ഓക്കെയാണ്, ഞാനൊരു വൃത്തിയുള്ള രാഷ്ട്രീയക്കാരന്റെ വേഷം ചെയ്തിട്ട് കുറെ കാലമായി, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇമ്മീഡിയറ്റ്ലി തുടങ്ങി. ഈ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററുകൾ എന്താ പറയുക വിഷുവിന് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റി ആ ഒരു സിനിമ. അത് ഗുഡ് നൈറ്റ് മോഹനായിരുന്നു ആ ഒരു സിനിമ പ്രൊഡ്യൂസർ. ഗുഡ് നൈറ്റ് മോഹനായിരുന്നു ബാലചന്ദ്ര മേനോൻ ഇതിന് മുമ്പ് കുറച്ച് സിനിമകൾക്കൊക്കെ പ്രശ്നം വന്നപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തത്. അങ്ങനെ ഗുഡ് നൈറ്റ് മോഹൻ അന്നൊരു വാക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ് മോഹന് ഒരു മമ്മൂട്ടി സിനിമ എന്ന് പറഞ്ഞപ്പോൾ താല്പര്യമുണ്ട്, ഒരു സേഫ് പടമാണല്ലോ. അങ്ങനെയാണ് ആ ഒരു സിനിമ സംഭവിച്ചത്. പിന്നെ 5ാമത്തെ സിനിമ വിഷുവിന് തിയേറ്ററിലെത്തിയത് ഹിറ്റ് മേക്കർ ഫാസിലിലെ എൻ്റെ സൂര്യപുത്രിക്ക്. അത് അമല എന്ന് പറയുന്ന ഒരു നടി. അമലയിലെ എനിക്ക് തോന്നുന്നു മലയാളത്തിലൊന്നും അതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അമല ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ് തോന്നുന്നു. എൻ്റെ സൂര്യപുത്രി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എങ്കിലും അമലെ മലയാളികൾ ഓർക്കുന്നത് എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ ഉള്ളടക്കം ഇതിന് ശേഷമായിരുന്നു. എൻ്റെ സൂര്യപുത്രിക്കും ഉള്ളടക്കമൊക്കെയാണ് നമ്മൾ അമല എന്ന് പറഞ്ഞ നടിയെ നമുക്ക് ഓർമ്മയുള്ളത്. അങ്ങനെ എൻ്റെ സൂര്യപുത്രിക്ക് സുരേഷ് ഗോപി, അന്ന് ഈ പറഞ്ഞ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല, പക്ഷെ അതൊരു ഹീറോ സെൻട്രിക് പടമല്ല, അതൊരു അമലയുടെ ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു അന്ന് മലയാള സിനിമയിലെ നായിക സങ്കല്പങ്ങളൊക്കെ മാറ്റിമറിച്ചൊരു സിനിമയായിരുന്നു. കാരണം ഫാസിലിനെ പിന്നീട് എവിടെയോ പറഞ്ഞു ഞാൻ വായിച്ചിട്ടുണ്ട്, നായികനെ പെൺകുട്ടികളെ ഞാൻ മതില് ചാടിച്ചു എന്നൊക്കെ പറഞ്ഞ ഫാസിലിനെതിരെ കുറെ അന്ന്, ഇന്ന് സൈബർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ അന്ന് കുറെ വിമർശനങ്ങളൊക്കെ വന്നതാണ്. പക്ഷെ അതിശക്തമായൊരു സിനിമയായിരുന്നു. അതിശക്തമായ ഇളയരാജയുടെ മ്യൂസിക്, ശ്രീവിദ്യയുടെ ഗംഭീര ക്യാരക്ടർ, എനിക്ക് ഒരു അമ്മ മകൾ ബന്ധമൊക്കെ വളരെയധികം ഡീപ്പായിട്ടുള്ള പറഞ്ഞിട്ടുള്ള സിനിമയായിരുന്നു. ആ സിനിമ തമിഴിലേക്കൊക്കെ റീമേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ 5 സിനിമകളാണ് അന്ന് തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു 5ഉം ഒന്നിനൊന്നിനും മികച്ച സിനിമകൾ തന്നെയാണ്. പക്ഷെ അന്ന് സൂപ്പർ ഹിറ്റ് ആയത് ഭരതൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഭരതൻ തന്നെയാണ് അന്ന് സൂപ്പർ ഹിറ്റ്. പിന്നെ വിഷ്ണു ലോകവും നയം വ്യക്തമാക്കുന്നു, ഇൻസ്പെക്ടർ ബൽറാം, സൂര്യപുത്ര. എനിക്ക് തോന്നുന്നു ആ ഭരതം കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ സൂര്യപുത്രിക്കായിരിക്കും കൂടുതൽ കളക്ഷൻ വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും, ഒന്നും ഫ്ലോപ്പ് അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇൻസ്പെക്ടർ ബൽറാം ആവനാഴി പോലെ അങ്ങനെ ഒരു വലിയ വിജയമല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് വിഷ്ണു ലോകവും ഈ പറഞ്ഞ നയം വ്യക്തമാക്കുന്നു, ഒരു തരക്കേടില്ലാത്തൊരു വിജയം. വിഷ്ണു ലോകം അത്യാവശ്യം അന്ന് 100 ദിവസം കോടിയൊരു സിനിമയായിരുന്നു. പക്ഷെ നമ്പർ 1 അന്ന് ഭരതൻ തന്നെയായിരുന്നു എന്തായാലും എന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കളക്ഷൻ വൈസ് ഒക്കെ. അപ്പോൾ 1990 എന്ന് പറഞ്ഞ വർഷം ആ വിഷു മോഹൻലാൽ തൂക്കി എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിരുന്നു ഹിസാരിസ് അബ്ദുള്ള സിനിമയിൽ, ഹിസാരിസ് അബ്ദുള്ള എന്ന സിനിമയിലൂടെ. അപ്പൊ ഈ ഒരു 1991 വിഷു മോഹൻലാൽ തന്നെയായിരുന്നു നമ്പർ 1. ഒപ്പം മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒക്കെ, സുരേഷ് ഗോപി എന്ന സ്റ്റാർ അല്ല എങ്കിലും ഇവരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അന്ന് ഈ ഒരു 5 സിനിമകൾ, പ്രധാനപ്പെട്ട 5, വേറെയും സിനിമകളൊക്കെ അന്ന് ഉണ്ടായിരിക്കും, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ചെറിയ സിനിമകളൊക്കെ അന്നുണ്ട്. പക്ഷെ ഈ ഒരു 5 മേജർ സിനിമകളാണെന്നാണ് എനിക്കിപ്പോൾ ഒന്ന് റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു സിനിമകളെ കുറിച്ച് അന്നത്തെ അനുഭവങ്ങളൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനിതിൽ ഭരതം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പോയിട്ട് അന്ന് കണ്ടിട്ടുണ്ട്.
നയം വ്യക്തമാക്കുന്നു തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, ഇൻസ്പെക്ടർ ബൽറാം തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, സൂര്യപുത്രി തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, വിഷ്ണു ലോകം തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. ഈ 5 സിനിമകൾ ഞാൻ തിയേറ്ററിൽ, അതെനിക്കൊണ്ട് ഭരതം ആണ് കൂടുതൽ ഹിറ്റ് എന്ന് പറയാൻ കാരണം എൻ്റെ ഒരു ഓർമ്മയിൽ അന്ന് ഭരതത്തിന് ടിക്കറ്റ് കിട്ടാതെ സൂര്യപുത്രിക്കൊക്കെ ആളുകൾ പോയിരുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇൻസ്പെക്ടർ ബൽറാമിന് നല്ല തിരക്ക് തന്നെയായിരുന്നു. അതൊക്കെ തൃശ്ശൂർ രാഗം തിയേറ്റർ എന്നാണ് ഇൻസ്പെക്ടർ ബൽറാം ഞാൻ കാണുന്നത്. പിന്നെ ഭരതം തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ്, എൻ്റെ സൂര്യപുത്രി തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലാണ്. നയം വ്യക്തമാക്കുന്നു എനിക്ക് ഓർമ്മയിൽ ഏത് തിയേറ്ററാണത്. വിഷ്ണു ലോകവും എനിക്കിപ്പോൾ രാമദാസ് തിയേറ്റർ ആയിരുന്നു തോന്നുന്നു വിഷ്ണു ലോകം കണ്ടിരുന്നത്. എന്തായാലും അന്ന് ഈ പറഞ്ഞ സിനിമകളൊക്കെ കണ്ട നിങ്ങളുടെ ഒരു ഓർമ്മകളും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം.